കൈൻ്റെ ഉള്ളിനടിയിൽ വെച്ചിട്ടുള്ള സൈസാണുള്ളത്. അതെ, ഇതിപ്പോ നമ്മള് മറ്റേ വലിയ അഭിയുണ്ടല്ലോ, അത് വെക്കുമ്പോഴാണ് ഇതിന്റെ മനസ്സിലാവൂല്ലേ. ഇതിന്റെ കൂടെ ഒന്ന് വെക്കാണ്ട. ആ 3 എണ്ണത്തിന്റെ സൈസ് ഇത് വരുന്നുണ്ട്. ഇത്രയും സൈസ് വ്യത്യാസമാണ് നമുക്ക് ഇത് കാണുമ്പോൾ വരുന്നത് കേട്ടോ. ഇത് ഈ പച്ച ഫുള്ള് മഞ്ഞ ആകുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി വളരാൻ ചാൻസ് കൂടുതലുണ്ട്. അവന്റെ കയ്യിലേക്ക് ഫുള്ളായിട്ടുണ്ട് അത്യാവശ്യം. ഇതിന്റെ കൂട്ടത്തിൽ വെക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോഴാണ് ഈ കറക്റ്റ് സൈസ് മനസ്സിലാവണല്ലേ. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ റഷീദ് ഖാന്റെ ഫാമിലാണ് കേട്ടോ, റസീൻ എക്സോട്ടിക്. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുപ്പമേറിയ അബിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഏതാണ്ട് 1 കിലോയ്ക്ക് കൂടുതലുണ്ടാവും ഈ ഒരു അബിയുടെ സൈസ് വരുന്നത്. റഷീദ് ഖാ, എന്താണ് ഈ അബിയുടെ വിശേഷങ്ങളൊന്ന് പങ്കുവെച്ചേ. ഇതാ ശരിക്കും തായ്വാൻ അബിയു എന്ന് പറഞ്ഞ അബിയാണ്. ഇതിന്റെ അത്ര സൈസ് കിട്ടുന്ന ഒരു അബിയും ഇല്ല. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ കിട്ടിക്കോളണമെന്നില്ല, കാരണം ഈ ക്രോസ് പോളേഷൻ നടന്നിട്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ഞാൻ ഈ തായ്വാൻ അബി ഒരു 3 വർഷം മുന്നേ നമ്മൾ ഇതിൻ്റെ തന്നെ മാറ്റി വെച്ച് ചെയ്തുകൊണ്ടാണ് അതേ കണ്ടീഷനിൽ കിട്ടി. ഇതിന്മേൽ എല്ലാ പഴവും കവറിട്ട് വെച്ചാണ്. എല്ലാ പഴവും വലിയ വലിയ പഴങ്ങളാണ്. ഈ ഒരു മോൾ ഭാഗത്ത് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടല്ലോ. റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഇതിമെന്ന് ഇതേ ഗുണത്തിൽ കിട്ടണമെങ്കിൽ ഇനി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം. തൈകൾ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം വൈകാതെ ഇതിൻ്റെ തൈകളുണ്ടാവും. അത് അതേ ഗുണം തന്നെ കാണിക്കും. ഇത് ഏകദേശം അത്യാവശ്യം 1 കിലോൻ്റെ മുകളിലുണ്ട്. അത് കൈ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്ന് മനസ്സിലാവാനെങ്കിലും കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും. അപ്പോൾ നമുക്ക് ചെറിയ പഴമല്ല, സാധാ അബിയുവിൻ്റെ സൈസ് ഇതിൻ്റെ ഒപ്പം വെച്ച് നോക്കാം. ഇത് നമുക്ക് പൊട്ടിക്കല്ലേ? പൊട്ടിക്കാം. ഓക്കെ, എന്താ ഉണ്ടോ? കൈൻ്റെ ഉള്ളിനടിയിൽ വെച്ചിട്ടുള്ള സൈസാണുള്ളത്. അതെ, നമ്മളെ നോർമൽ ആയിട്ടുള്ള അബിയും നമ്മുടെ റഷീദ് ഖാന്റെ ഫാമിൽ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ. ഇതേതാ വെറൈറ്റി വരുന്നേ? ഇതൊക്കെ നിപ്പിള് ഓവല് സാധാ ടൈപ്പുകളാണ്. ഓക്കെ, മിക്സിംഗ് ആണ് വരുന്നത്. വലിയ തന്നെയാണത്. ഉണ്ടോ? ഇതാണ് നമ്മുടെ നോർമൽ സൈസ് എന്ന് പറഞ്ഞത്. ഇതിലും കുറച്ചും കൂടി വലുതാവും. ഇതിപ്പോ നമ്മള് മറ്റേ വലിയ അബിയുണ്ടല്ലോ, അത് വെക്കുമ്പോഴാണ് ഇതിന്റെ മനസ്സിലാവൂല്ലേ. ഇതിന്റെ കൂടെ ഒന്ന് വെക്കാണ്ട. ആ 3 എണ്ണത്തിന്റെ സൈസ് ഇത് വരുന്നുണ്ട്. ഇത്രയും സൈസ് വ്യത്യാസമാണ് നമുക്ക് ഇത് കാണുമ്പോൾ വരുന്നത് കേട്ടോ. ഇതിന്റെ ഇപ്പൊ സീഡ് മുളപ്പിച്ച തൈകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ സീഡ് മുളപ്പിച്ച തൈകള് ഇപ്പോ എന്തായാലും 1 മാസം കഴിഞ്ഞ് നമുക്ക് തൈകൾ കൊടുക്കാം. പക്ഷെ ചിലപ്പോൾ ഇതേ ഗുണം തന്നെ കിട്ടും. അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ, അതായത് ചെറുതും വലുതും വരും ചെറുതും വരും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഉറപ്പിച്ച് പറയില്ല. ഗ്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇതന്നെ കിട്ടും. അത് വേണമെങ്കിൽ ഒരു 6 മാസം നമ്മൾ കുറച്ച് വെയിറ്റ് തന്നെ വേണം. നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും. ഇതെന്തായാലും ഓക്കെയാണ്. ഇതിന്മേ സീഡ് എടുത്താൽ ചിലപ്പോൾ ഇതേപോലത്തെ പഴം തന്നെ കിട്ടും. ഇതിപ്പോ ഒരു 4-5 പഴം ഞാൻ പറിച്ചു. ഇനിയിപ്പോ ഉണ്ട്, പഴുക്കണുള്ളൂ, ആവണുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിലും വലുതാവോ നോക്കാം. ഒന്നും കൂടി വെയിറ്റ് ചെയ്തിട്ട് എത്ര മാക്സിമം വരും എന്ന് നോക്കാം. ഇതിപ്പോ എന്താ പറയുക, ഇതിന്റെ പച്ചപ്പ് പോയിട്ടില്ല. പക്ഷെ ഈ സമയത്താണ് ഇത് വലുതായി വരിക. ഇതും കൂടി ഇതെന്താ പറയുക, കൈ ആളുകളൊക്കെ അധികം ഇങ്ങനെ വന്ന് പിടിച്ചിട്ടേ ഇത് കയ്യിൽ പോരുന്നുള്ളതിലാണ് ഞാൻ ഇപ്പോൾ ഇത് പറിച്ചത്. ഇത് ഈ പച്ച ഫുള്ള് മഞ്ഞ ആകുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി വളരാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അബിയുവിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മളൊക്കെ ഒരു കുടക്കീഴിലേക്ക് എത്തിച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഇല്ല, ഇനിയുണ്ട് 2-3 കുറച്ച് കുറെ അണ്ണാൻ തിന്നിട്ട് ഒന്നും കിട്ടണ്ട. ഇതൊരു നോർമൽ വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും സുലഭമായിട്ട് നമ്മുടെ ഷോപ്പിലൊക്കെ അധികം കിട്ടുന്നത് തന്നെ. അതെ. ഇതിൽ തന്നെ ഒത്തിരി കൂടി സൈഡ്സ് വരുന്ന ഒന്നുണ്ട്. അതിനെന്താ പറ്റുക വെച്ചാൽ ശരിക്കും നല്ല പൊടി കൂടുതലുണ്ട്. എന്താ വെച്ചാൽ എങ്ങനെയെന്ന് പറയാൻ എനിക്കറിയില്ല. കുറച്ചും കൂടെ തിക്നെസ് കൂടുതൽ കഴിക്കുമ്പോൾ ഒരു പൊടിയായിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ പല ഫ്ലേവറിലുള്ളതൊക്കെ വരുന്നുണ്ട് ഇതിൽ തന്നെ. ഇതിലെ ഒരു പ്രത്യേക ഫ്ലേവർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇല്ല. സത്യത്തിൽ പലതും പല സമയത്തും പല ഫ്ലേവറാണ് വരുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം. 1 മണിക്കൂറും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണം. അപ്പോൾ അതിന്റെ തണുപ്പ് കിട്ടുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് വരുന്നത്. ഇതിങ്ങനെ ടൈപ്പ്, ഇതാണ് നിപ്പിൾ ടൈപ്പ്. കണ്ടോ നിപ്പിളായിട്ടുള്ള, കണ്ടോ നിപ്പിൾ കണ്ടില്ലേ? ഇത് നിപ്പിൾ ടൈപ്പ്. പക്ഷെ എനിക്ക് ഒരു മരത്തിലെ നിപ്പിളും മറ്റെല്ലാം വരുന്നുണ്ട്. അത് ഈ ക്രോസ് പോളേഷൻ നടന്നിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലേ? ഇതാണ് ഇനി ഒന്ന് മാത്രമാക്കുന്ന രീതിയിലേക്ക് നമ്മൾ വരും. അതെ. ഇതാണ് Z4. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് അത്യാവശ്യം ഒരു സൈസ് ഉണ്ടാവും. ഇതിലേറെ സൈസ് വരലുണ്ട്. ഇതിപ്പോ പറിച്ചൊക്കെ ഏകദേശം ഈ ഒരു ഇതിലേറെ സൈസ് വരാറുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ജയന്റ് തായ്വാൻ അബിയു എന്ന് പറഞ്ഞ, അതാണ് ഇന്നത്തെ താരം. ഇതിലിപ്പോൾ ഒരു 5-6 പഴം കൂടെ ഉണ്ട് പറിക്കാൻ. 2-3 പഴം ഞാൻ പറിച്ചു. അത് ഫസ്റ്റിലെ കായ്ക്കലാണ്, ഈ വർഷം ഫസ്റ്റ് കായ്ക്കാണ്. അപ്പോൾ ഇത് മോൻ്റെ കയ്യിൽ പിടിച്ചു നോക്ക്. പിടിച്ചു നോക്ക്. കണ്ടോ, മോൻ്റെ കയ്യിലേക്ക് ഫുള്ളായിട്ടുണ്ട് അത്യാവശ്യം. ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോഴാണ് ഈ കറക്റ്റ് സൈസ് മനസ്സിലാവണല്ലേ? അതിപ്പോൾ ശരിക്ക് എല്ലാവർക്കും നോർമലായിട്ട് കിട്ടുന്ന അബിയു ഇതാണ്. കണ്ടോ ഇതിൻ്റെ സൈസ് കണ്ടോ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? ജസ്റ്റ് കട്ട് ചെയ്യാം. പക്ഷെ ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് പറിച്ച് വെച്ചാണ്. ചിലപ്പോൾ അകത്ത് കളർ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ടേസ്റ്റിൽ മാറ്റങ്ങളൊന്നും വരില്ല.
കാരണം സെൽഫ് ടൈം കുറവുള്ള ഒരു പഴമാണിത്. അതാണ് മാർക്കറ്റിൽ കൂടുതൽ വരാത്തത്. പറിക്കുക, 2 ദിവസത്തിനുള്ളിൽ പഴം കഴിക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് കളർ മാറ്റം വരും. പക്ഷേ ടേസ്റ്റിൽ മാറ്റങ്ങളൊന്നും വരില്ല. ഇത് കട്ട് ചെയ്ത് നോക്കാം അല്ലേ? അത് കട്ട് ചെയ്ത് നോക്കാം. കുരുള്ളതുകൊണ്ട് കണ്ടോ, കളറ് ചേഞ്ച് ആയതുകൊണ്ട് വന്നാണ്. ഇതിൽ 2 സീഡാണ് ഉള്ളത്. ഇത് ഈ തായ്വാൻ അബിയിൽ ചിലപ്പോൾ ഒരു സീഡേ ഉണ്ടാവുള്ളൂ. ഓ, ഇത്രയും വലുതാണെങ്കിൽ ഒറ്റ സീഡേ കാണുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കി കൂടെ? കട്ട് ചെയ്യാം. ഇത് 2 സീഡ് ഉണ്ട്. നമ്മളെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പഴമാണ് ഈ അബിയു എന്ന് പറഞ്ഞ സംഭവം. കഴിക്കടാ. എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കേ. അടിപൊളിയാടാ. എത്ര പഴം കഴിക്കില്ല ഒരു ദിവസം? എത്ര പഴം 2 ഏതാണ്? ചെറുതല്ലല്ലോ, വലിയതല്ല കഴിച്ച്. വലിയ പഴമാണെന്ന് 2 ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് കഴിച്ച്. അത് ചെറുതൊന്നുമല്ല, ഒരു 1/2 കിലോ വരുന്ന തൂക്കം വരുന്ന 2 പഴം കഴിച്ചുകൊണ്ടെന്ന് അല്ലേ? അബിയു ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ്. നല്ല ആർക്കൊരു വെറുപ്പില്ലാത്തൊരു മധുരം വരുന്നൊരു ഫ്രൂട്ടാണ്. ഞാൻ കഴിക്കണ വീഡിയോ ഒന്നും ചെയ്യലില്ല. എന്തായാലും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. എന്തായാലും ആരെന്ത് പറഞ്ഞാലും കാരണം അടിപൊളി ഒരു ഫ്രൂട്ടും കൂടിയാണ്. നരഞ്ചിത് കഴിക്കാം. നമുക്ക് അതും കൂടി കട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക്. അപ്പോൾ തായ്വാൻ അബിയു ഓക്കെ കട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പം ഇന്നത്തെ താരാണ് കേട്ടത്. എനിക്ക് നല്ല ഫ്ലഷ് ഉണ്ടല്ലോ ഇതിൽ. ഫ്ലഷേ ഉള്ളൂ. ഈ സീഡ് ഒന്ന് വരാനേ ചാൻസ് ഉള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ ഉണ്ടാവും. കണ്ടോ, 2 സീഡ്. ഓക്കെ, കണ്ടോ ഇത്രയും പഴം ഉണ്ടോ? ഇതിലൊന്നുമില്ല ഒഴിവാക്കാൻ. കണ്ടോ, ഫുൾ ഫ്ലഷാ. ഇതിൻ്റെ ഒരു അഭിപ്രായം കൂടെ അറിയാലേ? നമുക്ക് അതും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. വേണ്ടേ? അടിപൊളി. നമ്മളിപ്പോ ഡയറക്റ്റ് കൊണ്ടുവരണം, ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞാല് ചിലപ്പോ ആളുകൾ പറയും ഇത് ഇത് അതല്ല, ഇത് രഞ്ജിത്ത് ഒന്ന് കഴിക്കും. ഓക്കെ, മോന് കഴിക്കട്ടെ ആദ്യം. എന്നിട്ട് ഞാൻ കഴിക്കണം. ചെറിയ കുട്ടി ആദ്യം കഴിക്കും. എങ്ങനെയുണ്ട്? സ്വീറ്റ് മധുരം ഉണ്ടാവും. എല്ലാത്തിനാട്ടി സൂപ്പറാണോ? ഏതാ ടേസ്റ്റ്? അതാ ടേസ്റ്റ്? ഇതല്ലേ? ഇതന്നല്ലേ ടേസ്റ്റ്? ഓക്കെ, നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടോ. റഷീദ് ചെറിയൊരു കഷ്ണം തരും. ചെറുതല്ല, വലുതായിക്കോ. കഴിച്ചു നോക്ക്. ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോലും നല്ല മധുരം കേട്ടോ. ഇതിലൊരു 4-5 പഴം കൂടെ ഉണ്ട്. ചിലപ്പോ പഴുത്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ അത് കഴിക്കാൻ പറ്റുന്ന പ്രതീക്ഷ. ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണല്ലേ? നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റ്, നല്ല മധുരം. ഇത്ര മധുരമുള്ള അബിയുല് ഏറ്റവും ടോപ്പ് മധുരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിലും ചില സമയത്ത് നല്ല മധുരം വരലുണ്ട്. അത് നമ്മള് കുറ്റം പറയല്ല. പക്ഷെ ഇതിപ്പോ കഴിച്ചപ്പോ നല്ല ക്വാണ്ടിറ്റിയും കൂടി ഉണ്ട്. അതാണ് ഏറ്റവും രസം കേട്ടോ. ഇപ്പൊ റഷീദൊക്കെ നമുക്ക് എടുത്തു തന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ നോക്കണ്ടോ, ഇത്രത്തോളം ഫ്രഷ് ഉണ്ട്. അതൊരു ഭക്ഷണം കഴിക്കണ പ്ലേറ്റ്. നമ്മളെ ഒരു പ്ലേറ്റിൽ ആ ഒരു അബിയു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലേറ്റ് ഫുള്ളായി തള്ളി പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി വെറൈറ്റിയാണ്. ഇതിന്റെ തന്നെ സെയിം പ്ലാന്റ് നമുക്ക് എന്തൊക്കെയാ റഷീദ് സെറ്റ് ആക്കി തരാൻ പറ്റിയ? ഒരു 100 സീഡ് ഒക്കെ ഏകദേശം ഇതിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറെ പറിച്ചിട്ടുണ്ട്. 2 മരം ഉണ്ട്. 2 മരത്തിന് തന്നെ ഏകദേശം 100 സീഡ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു മാസം കഴിഞ്ഞ് ഇതിന്റെ തൈകൾ കൊടുക്കാം.